ഏവർക്കും ട്രാപ്പർ മല്ലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ്, നാളെ മാർക്കറ്റിലെ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ വരാൻ പോകുന്ന ഒരു ബിഗ് മൂവിനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എങ്ങനെ ഒരു വലിയൊരു ബിഗ് മൂവ് വരുന്നു? ഓക്കെ, ആ ബിഗ് മൂവ് വരുന്നതിന് മുന്നേ മാർക്കറ്റ് കാണിക്കുന്ന സിംറ്റംസ് എന്താണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്ന പാത്ത് എന്താണ്? ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഓക്കെ, ഒട്ടും സമയങ്ങളായിട്ട് നമുക്ക് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമിനെ കുറിച്ച് കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരട്ടെ. റീറ്റെയിലേഴ്സ്. ഓക്കെ, നമ്മൾ റീറ്റെയിലേഴ്സ് എത്ര പേര് ട്രേഡ് ചെയ്യുന്നുണ്ടാവും? 6 കോടി, 7 കോടി, 8 കോടി, ഇത്രയൊക്കെ തന്നെ റീറ്റെയിലേഴ്സ്. അത് അവർ എത്ര പേര് ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും? എത്ര പേര് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവരും എത്ര പേര് സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും? വളരെ കുറച്ച് ആളുകൾ മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് പെർസെന്റേജുകൾ മാത്രമേ ഓപ്ഷൻസിനകത്തുള്ളൂ. ബാക്കി കുറെ ആളുകൾ കൂടുതലും സ്റ്റോക്സിനകത്താണ്. ബിക്കോസ് ഓപ്ഷൻ ട്രേഡിംഗ് ഫ്യൂച്ചർ ട്രേഡിംഗ് വെരി റിസ്കിയാണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സ് അധികം പാർട്ടിസിപ്പേഷൻ ഫ്യൂച്ചർ ട്രേഡേഴ്സിൽ വരുന്നില്ല. 2018 ഏകദേശം കൊറോണയ്ക്ക് ശേഷം വളരെ അധികം റീറ്റെയിലർ പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്. എത്രത്തോളം റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുന്നു അത്രത്തോളം മാർക്കറ്റിന്റെ ട്രാപ്പിംഗ് കൂടുതലായിരിക്കും. മാർക്കറ്റിനെ മൂവ് ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി വേണം. ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം വേണം വലിയൊരു മൂവ് തരികയുള്ളൂ. അപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ കോടാനുകോടി പൈസയുണ്ട്. ഓക്കെ, പൈസ അവർ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരു വലിയൊരു 10,000 കോടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവരതിനെ പാർട്ടായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ആദ്യം ഒരു 1000 കോടിയെ, ഒരു സപ്പോസ് നിങ്ങൾ എക്സാമ്പിൾ എടുക്കും, ഒരു 1000 കോടിയെ മാർക്കറ്റിൽ അവർക്ക് ഇറക്കണം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? 1000 കോടിക്ക് തുല്യമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഓക്കെ ആരെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ മാത്രമേ അവർക്കത് വാങ്ങാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ആരെങ്കിലും വിൽക്കണം. നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ്, ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർക്ക് വിറ്റെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം ഒരു വലിയൊരു മൂവ് അല്ല 1000 കോടി ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ 1000 കോടി ഡിപ്ലോയ് ചെയ്തതിനു ശേഷം അവരെന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെ? അവർക്ക് പിന്നെയും വാങ്ങണം, പിന്നെയും ഒരു 1000 കോടി, 2000 കോടി, 3000 കോടി അവർക്ക് മാർക്കറ്റിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി പിന്നെയും ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിൽ വളരെ നല്ലൊരു എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ട് നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും സമയങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാർക്കറ്റ് ലാസ്റ്റ് വീക്ക്, അതിന് മുന്നത്തെ ദിവസങ്ങളിലാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റിലാണ്. സൈഡ് വേസ് പ്ലസ് റേഞ്ച് ബ്രേക്ക്ഔട്ട് മാർക്കറ്റിലായിരുന്നു. അപ്പൊ റേഞ്ച് ബ്രേക്ക്ഔട്ട് മാർക്കറ്റ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. മാർക്കറ്റ് എങ്ങനെയാണ് ലാസ്റ്റ് വീക്കിൽ ബിഹേവ് ചെയ്തത്. മാർക്കറ്റ് വലിയൊരു മൂവ് തന്നു. അതിന്റെ 50% സോണിനകത്ത് തന്നെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ലാസ്റ്റ് വീക്കിൽ ഈ സോണിനെ നോക്കുക, ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മൂവ് ആയി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം എങ്ങനെ മാർക്കറ്റ് ഇത്രയും വലിയൊരു മൂവ് തന്നു? അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെല്ലിങ്ങും വന്നു? ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണിച്ചതാണ്. മാർക്കറ്റ് ഒരു വലിയൊരു റേഞ്ചിനകത്ത് പോയതിനു ശേഷം അതിന് ബ്രേക്ക് ഡൗൺ തന്ന് എന്തിന് സെല്ലേഴ്സിനെ അവർ ട്രാപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവർ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തതിനു ശേഷം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മുകളിൽ പോയതിനു ശേഷം എന്തുകൊണ്ട് ഈ ഒരു ബ്രേക്ക്ഔട്ടിൽ ബയേഴ്സിനെ പിന്നെയും ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തു വരും. ഓക്കെ, നാളത്തെ നമ്മുടെ എൻട്രി, നമ്മുടെ പ്ലാൻ എന്തായിരിക്കും ഈ വരുന്ന ഒരു വീക്കിലേക്ക്? ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ചെറിയ ടൈം ഫ്രെയിം 3 മിനിറ്റിലോട്ടൊന്ന് ചെക്ക് ചെയ്യാം. എന്റെ പ്ലാൻ ഓൾറെഡി നിങ്ങൾ ഇവിടെ കണ്ടു കാണും. ഒരു ഷോർട്ടിനുള്ള പ്ലാൻ ഉണ്ട്, ഒരു ലോങ്ങിനുള്ള പ്ലാൻ ഉണ്ട്. 2 പ്ലാനാണ് ഞാൻ വരുന്ന ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. ആദ്യം ഷോർട്ടിന് വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അതിനു മുന്നേ തന്നെ ലാസ്റ്റ് ഡേയിലെ ഒരു പെർഫോമൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം. മാർക്കറ്റിൽ ഈ ഒരു വലിയൊരു മൂവ് വന്നു. ഒരു സുഹൃത്തിന്റെ സ്ഥിരം എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ ഒരു വലിയൊരു മൂവ് വന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് മാർക്കറ്റിൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ സാധനം. അപ്പോഴത് ഒരു ബ്രേക്ക് ഡൗൺ തരാതെയാണ് മാർക്കറ്റ് വന്നത്. അപ്പൊ അതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റിലോട്ട് പോവാം. ഓക്കെ, മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? ലാസ്റ്റ് ഡേയിൽ ഈ വലിയൊരു മൂവ് വരുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിൽ നല്ലൊരു സ്ഥിതിയില് ഒരു മൂവ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിരുന്നു. ഓക്കെ, ഏതൊരു ഏരിയ നിന്നാണ് വന്നത്? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിൽ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഒരു മൂവ് വന്നിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ നിന്നൊരു മൂവ് വന്നിരുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് ഒരു മൂവ് വന്നിരുന്നു. അതിന് മുന്നേ മാർക്കറ്റ് എന്താണ് ചെയ്തത്? മാർക്കറ്റിൽ നല്ലൊരു ഫോൾ വരികയുണ്ടായി ഇവിടെ നിന്ന്. ഈ ഒരു ഏരിയ ആക്ട് ആസ് റെസിസ്റ്റൻസ് സോൺ, അതായത് ഒരു സപ്ലൈ സോൺ ആയിട്ട് ആക്ട് ചെയ്യും. അതിന് മുന്നേ മാർക്കറ്റിലെ വോളിയം
ഡിക്ലൈൻ ആയിട്ടാണ് വന്നത്. അപ്പൊ പെട്ടെന്ന് സഡൻലി ഒരു കോൾ വരികയാണ്, ആ സഡൻലി ഒരു കോൾ വരുമ്പോൾ അവിടെ ആര് അലർട്ട് ആകാൻ സാധ്യതയുണ്ട്? റീറ്റെയിലേഴ്സ് അലർട്ട് ആകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് റീറ്റെയിലേഴ്സിന് വലിയ വലിയ വോളിയം കാണുമ്പോൾ, പീക്ക് വോളിയം കാണുമ്പോൾ അവർ ഇവിടെ സെല്ല് ചെയ്യാൻ റെഡിയാവും. ഓക്കെ, ഇത്രയും വലിയൊരു വോളിയം കണ്ടുകൊണ്ടോ മാർക്കറ്റിൽ സഡൻലി ഫോൾ വന്നു. ഇവിടുത്തെ വോളിയം ചെക്ക് ചെയ്യുക, ഹ്യൂജ് നല്ല റൈസിങ് വോളിയാണ്. സോ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സെല്ല് ചെയ്യുന്നത് നിർത്തും. ഓക്കെ, ഇവിടെ ആരെയും സെല്ല് ചെയ്യാൻ വരും? റീറ്റെയിലറിലെ സെല്ലേഴ്സ് സെല്ല് ചെയ്യാൻ. അവർ ഓരോ റൈസിലും സെല്ല് ചെയ്തു. അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തപ്പോൾ വോളിയം റൈസിംഗ് ആയിരുന്നു. അതിനുശേഷമുള്ള വോളിയംസ് നോക്കുക. ഈ ഒരു ഏരിയയിൽ വോളിയം തീർത്തും ഡിക്ലൈൻ ആണ്. ഈ ഏരിയയിലെ വോളിയം എങ്ങനെയാണ്? ചത്തന് തുല്യമായിട്ട് കിടക്കുകയാണ്, ഡിക്ലൈൻ ആണ്. ഇങ്ങനെ വോളിയം ഡിക്ലൈൻ ആകുന്ന സ്ഥലത്താണ് പിന്നെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും? എവിടെ വോളിയം ചത്ത് കിടക്കുന്നു അവിടെ. എപ്പോൾ മാർക്കറ്റിലെ ഒരു വട്ടം ഇവിടെ ഈ വലിയൊരു മൂവ് വന്നത് കണ്ടിട്ട് റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യും. അതിനൊപ്പം തന്നെ ഇതൊരു നല്ലൊരു സപ്ലൈ സോണും കൂടിയാണ്. ബാക്കിൽ ചെന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഇതൊരു സപ്ലൈ സോൺ ആണ്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു സപ്ലൈ സോൺ ഇവിടെ വന്നു. ഓക്കെ, ഒരല്പം ബാക്കിലാണ്. മാർക്കറ്റ് വലിയൊരു മൂവ് വന്നു. മാർക്കറ്റ് ആ ഏരിയ വന്നു. ആ ഏരിയയിലെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം ഉണ്ട് മാർക്കറ്റ് ഈ ഒരു ഡേയില് എന്നാണ് 25th ജൂൺ. ഓക്കെ, 25th ജൂൺ 9:39 ഈ ഒരു സപ്പോർട്ട് സോണായിട്ട്, അതായത് ഡിമാൻഡ് സോണായിട്ട് മാർക്കറ്റ് മൂവ് ആയി പോയതാണ്. ഇവിടെ നിന്നും മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്, മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്നും മൂവ് ആയിട്ടുണ്ട്, ഇവിടെ നിന്ന് മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം തിരിച്ച് മാർക്കറ്റ് ആ ഏരിയയിൽ എത്തിയപ്പോൾ ഓക്കെ നമുക്ക് ഇറ്റ്സ് ആക്ട് ആസ് എ സപ്പോർട്ട് സോൺ. ഇത് കറക്റ്റ് ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് എത്തുകയാണ്. അപ്പൊ മാർക്കറ്റ് നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി മൂവ് ആകണം. എങ്ങനെ മൂവ് ആകണം? മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി. അവർ ഇത്രയും വലിയൊരു സെല്ലിംഗ് കാണിച്ചു, അവരൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് അവർ സെല്ലിംഗ് നിർത്തി. റീറ്റെയിലേഴ്സ് എൻട്രി ആയി അവർക്ക് അവിടെ ചാർട്ട് പാറ്റേൺ കൂടി കൊടുക്കുകയാണ്. റീറ്റെയിലേഴ്സിന് എന്താണ് കൊടുത്തത്? ചാർട്ട് പാറ്റേൺ കൊടുത്ത് ഇതേപോലെ ഒരു ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക് ഡൗണിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ അവരുടെ പൊസിഷൻസ് എൻട്രി എടുത്തു. പിന്നെ ഒരു പൊസിഷൻസ് എൻട്രി അടിക്കാൻ ഇവിടുന്ന് ചെയ്തു. സോ ഇവിടുന്ന് വന്നത് നല്ലൊരു മൂവ്. ഓക്കെ, ഇവിടുന്ന് വന്നത് നല്ലൊരു മൂവ്. നമ്മൾ ഇതിനൊരു നല്ലൊരു ഈ ഒരു ഏരിയ ഓൾറെഡി ആക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഏരിയ ഓൾറെഡി എന്തായത്? ഡിമാൻഡ് സോൺ, അവരുടെ പെൻഡിങ് ഡിമാൻഡ് സോൺ. അതായത് നേരത്തെ ബൈ ചെയ്ത ആളുകൾ പിന്നെയും ഈ ഏരിയന്ന് ബൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ബാലൻസ് പെൻഡിങ് ഓർഡേഴ്സ് ഇവിടുന്ന് ആക്റ്റീവായി മുകളിലോട്ട് പോയി. നമുക്ക് ഇത്രയും വലിയൊരു മൂവ് ഓൾറെഡി മാർക്കറ്റ് തന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ ഒറിജിൻ, തൊട്ടടുത്ത ഒറിജിൻ ആണ് നോക്കേണ്ടത്. ഒറിജിൻ ഏതാണ്? തൊട്ടടുത്ത ഒറിജിൻ ഇനി ഡിമാൻഡ് സപ്ലൈ സോൺ ആയിട്ട് ഈ ഒരു ഏരിയ, ഇവിടെ നിന്നാണ് മാർക്കറ്റ് മൂവ് ആയത്. ഈ ഒരു മാർക്കറ്റ് മൂവ് ആയപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയി. അതായത് ഇനി ഇതൊരു ഡിമാൻഡ് സോൺ ആയിട്ട് വർക്ക് ആകാൻ ഈ ഒരു ഏരിയ സാധ്യതയുണ്ട്. അപ്പൊ മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു മൂവ് ആയി. ഇവിടെ മൂവ് ആയപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ വോളിയം ചെക്ക് ചെയ്യുക. അതിന് മുന്നത്തെ വോളിയം നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ വോളിയം എന്താണ്? വോളിയം ഫുൾ ഡിക്ലൈൻ ആണ് ഈ ഏരിയയിൽ. അതിനുശേഷം ഈ ഒരു മൂവ് വന്നപ്പോൾ വോളിയം നോക്കുക, ഹ്യൂജ് ആയിട്ടാണ് റൈസ് ആയത്. വോളിയം റൈസ് ആയതിനു ശേഷം മാർക്കറ്റിലെ നോക്കിയാൽ ഇവിടെ ഒരു ക്ലിയർ ഒരു ട്രയാങ്കിൾ പാറ്റേൺ. ഓക്കെ, ഇവിടെ ഒരു പിന്നെയും ഈ ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ പോലെ കാണിച്ചു സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? ഇത്രയും വലിയൊരു മൂവ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓബ്വിയസ്ലി ഈ ഒരു ഹൈക്ക് എബോ, ഓക്കെ, ഈ ഒരു ഹൈക്ക് എബോ വലിയൊരു വോളിയം കാലിൽ വന്നതിന് ശേഷം ബയേഴ്സ് ഇൻട്രസ്റ്റ് ആവും, റീറ്റെയിലേഴ്സ് ഇൻട്രസ്റ്റ് ആവും എന്ത് മുകളിലോട്ട് മൂവ് തരാൻ. അങ്ങനെയുള്ളവരെ മാർക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്തതിനു ശേഷം പിന്നെ ഒരു സഡൻ മൂവ് ആണ് തരുന്നത്. പിന്നെയും ബൈ സൈഡിലുള്ളവർ റിമൂവ് ചെയ്തതിനു ശേഷം പിന്നെ മാർക്കറ്റ് ക്വിക്കായിട്ട് മുകളിലോട്ട് മൂവ് ആവും. അതിനുശേഷം തൊട്ടടുത്ത മൂവ് നോക്കുക. മാർക്കറ്റ് ഈ ഏരിയ ടെമ്പററി ഒരു റെസിസ്റ്റൻസ് ആയിട്ടും പ്രീവിയസ്ലി ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെമ്പററി ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വായിച്ചു കളഞ്ഞു. ഓക്കെ, ഇത് ആക്ട് ചെയ്ത സ്ഥലമാണ്. അപ്പൊ ഈ ഏരിയയിൽ റീറ്റെയിലർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഈ ഹൈക്ക് എബോ മാർക്കറ്റ് റീറ്റെയിലേഴ്സിൽ ബയേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പൊ രണ്ടുവരെ മാർക്കറ്റ് സഡൻലി റിമൂവ് ചെയ്യും. അതിനുശേഷം ഇവിടെ വന്ന വോളിയം കൂടി നോക്കുക നിങ്ങൾ. ഈ ഏരിയയിൽ വന്ന വോളിയം
റൈസിംഗ് ആണ്. ഈ ഏരിയയിൽ വന്ന വോളിയം റൈസിംഗ് ആണ്. അപ്പൊ ഇവിടെ ബൈ സൈഡിൽ റൈസിംഗ് വോളിയം, സെൽ സൈഡിൽ ഡിക്ലൈനിങ് വോളിയം ആണ് വന്നത്. ഇപ്പൊ ഇവിടെ വന്ന് ഡിക്ലൈനിങ് വോളിയം വരികയും ചെയ്തു. ഈ ഏരിയയില് ഡിക്ലൈൻ വോളിയം ആണ് വരുന്നത്, പിന്നെ സഡൻ വോളിയം വരുന്നു, പിന്നെ മാർക്കറ്റ് ഈ ഏരിയയില് ഡിക്ലൈൻ വോളിയം വരുന്നു, പിന്നെ മാർക്കറ്റിലെ സഡൻ വോളിയം വരുന്നു, മാർക്കറ്റിലെ വോളിയം റൈസ് ആവുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയയിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് കണ്ടോ, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു ക്ലിയർ ഓരോ ഹൈക്ക് എബോവ് കയറുന്ന ഓരോ വോളിയത്തിനും അനുസരിച്ച് ഓരോ ഹൈക്ക് എബോവ് കയറുന്ന ബയേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. പ്ലസ് വേറെ ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, സെല്ലേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ചാർട്ട് പാറ്റേൺസ് കാണിച്ച്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺസ് കാണിച്ചതിന് ശേഷം ഇതുണ്ട്, ഇതൊരു ക്ലിയർ എം പാറ്റേൺ ആണ്. ഓക്കെ, ക്ലിയർ എം പാറ്റേൺ. അതിന് നെക്ക് ലൈൻ താഴെ സെല്ലിംഗ് വരുന്നു, സെല്ലിംഗ് വരുന്നു, സെല്ലിംഗ് വരുന്നു. ഇവിടുത്തെ വോളിയം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ബൈ സൈഡിലെ സെയിൽസ് ബൈങ് വോളിയോ സെല്ലിംഗ് വോളിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് വോളിയമാണ്. ഓക്കെ, ആരെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഒരാൾക്ക് വാങ്ങാനുള്ളൂ. ഒരു വാങ്ങാൻ, അതായത് ഇതൊരു എങ്ങനെ ഇതൊരു റെഡ് ക്യാൻഡിലായി ഇത് ബയേഴ്സിനെ അവർ ഡോമിനേറ്റ് ചെയ്തു. അതായത് ഒരു ഇതിനകത്തൊരു 20,000 ക്വാണ്ടിറ്റി ഉണ്ടെന്ന്, 20,000 ആണ് അതിന്റെ വോളിയം എന്ന് വെച്ചാൽ. അപ്പൊ എത്ര പേര്, 20,000 പേര് സെല് ചെയ്തു. ഓക്കെ, അതായത് എത്ര സെല് ചെയ്യുന്നു തുല്യമായിട്ടുള്ള ബയേഴ്സും വന്നു, അല്ലെങ്കിൽ എത്ര പേര് ബയേഴ്സ് വന്നു അത്ര തന്നെ സെല്ലേഴ്സും വന്നു. സെല്ലേഴ്സ് ബയേഴ്സിനെ ഒന്ന് ജസ്റ്റ് ഓവർകം ചെയ്തു സെല്ലേഴ്സ്. അങ്ങനെയാണ് ഇതിന്റെ കളർ റെഡ് ആയിട്ട് മാറിയത്. സെയിം വൈസ് വെച്ച ബൈ സൈഡ് ഇത്രയും വലിയ വോളിയം ഇങ്ങനെ വന്നു, അവർ അവിടുത്തെ സെല്ലേഴ്സിനെ ഓവർകം ചെയ്തു. പക്ഷെ അത്രത്തോളം സെല്ലേഴ്സും ഉണ്ടായിരുന്നു. അവരുടെ ഓർഡേഴ്സിനെ ഫുൾ അവർ കളക്ട് ചെയ്തു, അവരെ ഓവർകം ചെയ്തപ്പോഴാണ് ഗ്രീൻ ക്യാൻഡിലായിട്ട് അത് മാറിയത്. ഇതിനകത്ത് ഈ വന്ന ഗ്രാൻഡ് ക്യാൻഡിലകത്ത് ഫുൾ ബയേഴ്സ് മാത്രമല്ല, അവർക്ക് ബൈ ചെയ്യണം. സെല്ല് ചെയ്താലല്ലേ അവർക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർക്കുക. ആർക്കെങ്കിലും ബൈ ചെയ്യണമെന്ന് പറഞ്ഞ് സെല്ല് ചെയ്യണം. 1000 ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും 1000 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇത്രയും ഒരു വോളിയം മാർക്കറ്റിൽ ഹ്യൂജ് വോളിയം കൊണ്ടുവരാൻ പറ്റുള്ളൂ, നല്ലൊരു മൂവ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസിൽ വിട്ടു പോകുന്നു. മാർക്കറ്റിൽ ഓരോ ഹൈയിൽ നിന്നും ഓരോ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയും ചാർട്ട് പാറ്റേൺസ് കാണിച്ച് ഓരോ റീടെസ്റ്റിലും എന്ത് ചെയ്തു, ഇവിടെ നോക്കുക, റീടെസ്റ്റിൽ എന്ത് ചെയ്തു, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ മാർക്കറ്റ് മൂവ് ആകാനും മുകളിലോട്ടാണ്. അപ്പം ഓരോ ബ്രേക്കറിൽ ബയേഴ്സിനെ കയറ്റുകയും അവരുടെ ലിക്വിഡിറ്റി ജാബിൽ താഴ്ത്തുകയാണ് ചെയ്തത്. നിങ്ങൾ ഇത്രയും ചിന്തിക്കുക, ഒരു വലിയൊരു മൂവ് വരികയാണ്, അതിന്റെ വോളിയം നല്ല രീതിയിൽ തന്നെ മൂവ് ആവുന്നു. പക്ഷെ അതിനുശേഷം വരുന്ന അതൊരു നല്ലൊരു റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യും. ഓക്കെ, സപ്പോസ് ഞാൻ ഒന്നുകൂടി വരച്ചത് ജസ്റ്റ് സപ്പോസ് ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പൊ മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ആയി. ഓക്കെ, ഇവിടെ നിന്ന് സപ്ലൈസ് ആണെന്ന് മാർക്കറ്റ് മൂവ് ആയി തിരിച്ചു വരുന്നു, ഈ ഏരിയയിൽ പോയി ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ഈ വന്നൊരു മൂവില്ല, ഈ വന്ന മൂവിനകത്ത് വോളിയവും എന്ത് ചെയ്യും, നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഇവിടെ വോളിയം ഡിക്ലൈൻ ആവുന്നു. പെട്ടെന്ന് സഡൻലി ഒരു വോളിയം തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇവിടുത്തെ വോളിയം ബ്രേക്ക് ചെയ്തു, വോളിയം കൂടി. ഇവിടെ എന്താണ്, ഈ ഏരിയയിലെ വോളിയം കൂടുതലാണ്, ഈ ഏരിയയിൽ വോളിയം കുറവാണ്. ബിക്കോസ് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ ബൈ ചെയ്തത്. ഈ റെസിസ്റ്റൻസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് ചെയ്യുന്നില്ല. അവർ പ്രോഫിറ്റ് ബുക്കിംഗ്, ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയാണ്. അവർക്ക് ഇൻട്രസ്റ്റ് ആണ് ഇനി മാർക്കറ്റ് മുന്നോട്ട് പോകണം. ബട്ട് അവരുടെ ചെറിയ ക്വാണ്ടിറ്റികൾ അവർ എക്സിറ്റ് ചെയ്യും. അത് ആർക്ക് കൊടുക്കും, സെല്ലേഴ്സിന് കൊടുക്കുകയാണ്. അതായത് റീറ്റെയിലേഴ്സ് കൊടുക്കുന്നു. റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ച് സെല്ല് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തന്നെ ആര് കൊണ്ടുപോകുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുകളിലോട്ട് കൊണ്ടുപോകുന്നു. ഇത്രയും വലിയൊരു മൂവ് വന്നു കഴിയുമ്പോൾ ഇവിടെ വോളിയം ഉണ്ട്, എന്ത് സംഭവിക്കും, ഇവിടെ സെല്ല് ചെയ്തവർ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. റീറ്റെയിലേഴ്സ് എന്തിന് ചിന്തിക്കും, അവർ പിന്നെ ഒരിക്കലും സെല്ലിങ്ങിന് ചിന്തിക്കില്ല, അവർ ബൈ സെല്ലോട് ചിന്തിക്കുമ്പോൾ മാർക്കറ്റ് ക്വിക്കായിട്ട് താഴ്ത്തു വരും. ഇതിനാണ് ലിക്വിഡിറ്റി ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഡേയിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ആയത്. ലാസ്റ്റ് ഡേ എന്നല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ മാർക്കറ്റ് ഇങ്ങനെ തന്നെയാണ് മൂവ് ആകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പാർട്ടിനെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി നമുക്ക്. ഓക്കെ, അതിനുശേഷം നോക്കാം. ഇപ്പൊ ഇവിടുത്തെ വോളിയം നോക്കുക. ഇവിടുത്തെ വോളിയം ബൈ സൈഡിലോട്ട് പോകേണ്ടതുണ്ടോ, ഹൈ ആയിട്ടാണ്, നല്ല രീതിയിൽ തന്നെ ഹൈ ആണ്, നല്ല രീതിയിൽ തരണം. അപ്പൊ ഓരോ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു എം പാറ്റേൺ വന്നു, അവർ നെക്ക് ലൈനിൽ സെല്ല് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒപ്പം തന്നെ എന്താണ്, വോളിയം കൂടിയാണ്. വോളിയം നോക്കാം, വോളിയം ഡിക്ലൈൻ ആകുകയാണ്. ഈ ഏരിയയിലെ വോളിയം നോക്കാം, ഈ ഏരിയയില് സെല്ലിംഗ് ഇവിടെ നടക്കുന്നു, ഈ ഏരിയയിൽ സെല്ലിംഗ് നടക്കുന്നു. പക്ഷെ എന്ത് ചെയ്യും, മാർക്കറ്റിൽ എന്ത് നടക്കും, ഇവിടുത്തെ വോളിയം ഡിക്ലൈൻ ആവുന്നു. അപ്പം ഇങ്ങനെയുള്ള വോളിയം ഡിക്ലൈൻ ആവുന്ന സമയത്തും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
ബൈ ചെയ്യാൻ റെഡിയാകും. മനസ്സിലായോ നിങ്ങൾക്ക്? വോളിയം ഡിക്ലൈൻ ആകുന്ന സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാൻ റെഡിയാകും. അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു ഡിമാൻഡ് സോൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു 15 മിനിറ്റ് ഇട്ടതിനു ശേഷമാണ് എനിക്ക് ഇവിടെ ഇതൊരു ഈ ഒരു ഫോണിന് നല്ലൊരു ഡിമാൻഡ് സോൺ ആയിട്ട് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ വോളിയം ഡിക്ലൈൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ഓരോ റീടെസ്റ്റിലും സെല് ചെയ്തു ഇവിടെ വന്നത് അവർ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തില്ല. അതിന് മുന്നേ തന്നെ മാർക്കറ്റ് മൂവ് ആകണം. ഓക്കെ, മാർക്കറ്റ് മൂവ് ആകണമായിരുന്നു. പക്ഷെ അതിന് എന്തിനു മൂവ് ആകണമായിരുന്നു ചെക്ക് ചെയ്യേണ്ട ഇത്രയുള്ളൂ. മാർക്കറ്റ് ഒരു വലിയൊരു റേഞ്ച് ബോണ്ടിനകത്താണ്. ഓക്കെ, ഈ വലിയൊരു റേഞ്ച് ബോണ്ടിനകത്ത് മാർക്കറ്റ് വന്ന് ആഴ്ചകളോളം നിൽക്കുകയാണ്. ഈ വലിയൊരു മൂവ് തരുന്നു. ഈ റേഞ്ച് ബോർഡിനകത്ത് മാർക്കറ്റ് ഫസ്റ്റ് താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ തന്നു. ഓക്കെ, താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ തന്നു. ഇത് കറക്റ്റ് ഒരു സപ്ലൈ സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തു. ഓക്കെ, മാർക്കറ്റ് ആദ്യമേ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു താഴത്ത് നിന്നവര്. ആ സെയിം ഏരിയയിലേക്ക് പിന്നെയും ബൈ ചെയ്തു. ബൈ ചെയ്തതിനു ശേഷം അവർ ഇവിടുന്ന് ബൈ ചെയ്താണ്. ഈ ഏരിയയിൽ നിന്ന് ബൈ ചെയ്തു. അതിന് മുന്നിൽ നിന്നും ഈ ഏരിയയിൽ നിന്ന് ബൈ ചെയ്തു. ഓക്കെ, അപ്പൊ അവര് ഈ ഒരു റേഞ്ച് ബോർഡിനെ താഴത്തോട്ട് ഈ ബ്രേക്ക് ഡൗൺ തന്നു. അതിനുശേഷം ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മുകളിലോട്ട് പോയി നോക്കുക. ഈ ഒരു ഏരിയയിൽ കൺസിസ്റ്റൻസ് ആയിട്ട് സെല്ലിംഗ് നടന്ന ഏരിയയാണ്. സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റും ബ്രേക്ക് ഔട്ട് തരുമ്പോൾ ഓബ്വിയസ്ലി എല്ലാ റീറ്റെയിൽസും മുകളിലോട്ട് ചിന്തിക്കും. എങ്ങനെ ചിന്തിക്കും? അതിന് വേണ്ടി ചിന്തിക്കേണ്ടത് എന്ത് കാര്യമാണ്? വോളിയം കൂടി അവർ നോക്കും. വോളിയത്തിനകത്ത് എന്താ നോക്കുക. ഇവിടുന്ന് സഡൻ വോളിയം വന്നത് കൊണ്ട് ഓക്കെ നോക്കുക, വലിയൊരു മൂവ് വന്നു. ഈ ഹൈയും ബ്രേക്ക് ആയി. ഓക്കെ, അപ്പൊ ഇവിടുന്ന് വോളിയം നോക്കുക. സഡൻ വോളിയാണ്. ഈ ക്യാൻഡിലിന്റെ വോളിയം വന്നു. ഈ ക്യാൻഡിലിനകത്ത് സഡൻ വോളിയം ക്വിക്കായിട്ട് ഏറ്റവും വലിയ വോളിയം വന്നതിന് ശേഷം റീറ്റെയിലേഴ്സിന് കോൺഫിഡൻസ് ആയി മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പൊ എന്ത് ചെയ്തു? ആ റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്തു ഈ ക്യാൻഡിൽ. ഓക്കെ, അതിനുശേഷം ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് സ്ലോ ആൻഡ് സ്റ്റഡി. അപ്പൊ സ്ലോ ആൻഡ് സ്റ്റഡി താഴത്ത് വരുമ്പോഴും എന്താണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്ന മാർക്കറ്റ് ഈ താഴത്ത് വരുന്നതിനനുസരിച്ചും ഇവിടെ താഴത്ത് വരുന്നതിനനുസരിച്ചും ഇവിടെ വോളിയം ഡിക്ലൈൻ ആകുകയാണ്. ഓക്കെ, വോളിയം ഡിക്ലൈൻ ആകണം. അപ്പൊ ഞാൻ ഇതിനു ശേഷം ഈ ഏരിയയിൽ ഇപ്പൊ ഇവിടെ ഒരു ഇൻട്രാഡേ റെസിസ്റ്റൻസ് കിട്ടി. എനിക്ക് ഇവിടെ ഈ ഒരു ഏരിയ ഇൻട്രാഡേ റെസിസ്റ്റൻസ് കിട്ടി. ഓക്കെ, മാർക്കറ്റ് ഇതേപോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ തന്നപ്പോൾ ഞാൻ ഇവിടുന്ന് മുകളിലോട്ട് എൻട്രി എടുത്തു. അതിനുശേഷം ഈ ഒരു ഇൻട്രാഡേ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എന്റെ പൊസിഷൻ അതിന് എൻഗൾഫ് ചെയ്തപ്പോൾ എന്റെ പൊസിഷൻസിന് എക്സിറ്റ് ചെയ്തു. ബിക്കോസ് ഇത്രയും വലിയൊരു മൂവ് വന്നു. പക്ഷെ ഇവിടെ വോളിയം ഇല്ല. ഇവിടെയും ബൈ സൈഡിലും വോളിയം അങ്ങനെ രീതിയിൽ കൂടുന്നില്ല. വലിയൊരു വോളിയം സൈഡ് കൂടുന്നില്ല. അപ്പൊ ഞാൻ ഉടനെ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം വന്ന മൂവ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഒരു വട്ടം ഇവിടെ ബയേഴ്സിനെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. മാർക്കറ്റിന് പോകേണ്ടത് മുകളിലോട്ട് തന്നെയാണ്. ഇവിടെ ഗ്രാബ് ചെയ്തു. ഓക്കെ, മാർക്കറ്റിന് മുകളിലോട്ട് മൂവ് ആകണമെങ്കിൽ ആദ്യമേ മുകളിലോട്ടുള്ള ബയേഴ്സിനെ റിമൂവ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇൻട്രാഡേ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തത് പിന്നെയും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് താഴത്ത് വരികയാണ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ്? നെക്സ്റ്റ് പ്ലാൻ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇനി അടുത്ത സപ്ലൈ സോൺ ഡിമാൻഡ് സോൺസ് നോക്കുക. മാർക്കറ്റ് ഇവിടെ നിന്നാണ് നല്ല വോളിയത്തിൽ, അതായത് ഈ ഒരു ക്യാൻഡിലിൽ നോക്കുക. ഈ ഒരു ക്യാൻഡിൽ വോളിയം നോക്കുക. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൽ നോക്കി ഞാൻ ക്യാൻഡിൽ മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു ക്യാൻഡിൽ ഓക്കെ, ഇതിനു മുന്നേ ഉള്ള ഗ്രീൻ ക്യാൻഡിലിനെ, അതായത് മാർക്കറ്റ് താഴത്ത് വരുന്നു, മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കുന്നു, അതിന് ഓവർകം ഇവിടെ ചെയ്തു. ഓക്കെ, വോളിയത്തോടു കൂടി, അതായത് നല്ലൊരു വോളിയം മാർക്കറ്റിലെത്തിയപ്പോൾ ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് ഇതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് ഈ ഒരു ഏരിയ അതായത് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഒരു ഏരിയ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയാണ്. അപ്പൊ നാളെ നേരിട്ട് ഈ ഒരു ഏരിയയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുകയെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് സെല്ലിംഗ് ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, വളരെയധികം സാധ്യതയുണ്ട്. അത് മേ ബി ചിലപ്പോൾ ഇതിന് മുകളിലോട്ട് നിങ്ങൾ ഒത്തിരി ഉടനെ തന്നെ സെല് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അനാലിസിസ് കൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. ഇതൊന്നും ചിലപ്പോൾ പുഷ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് വരാനായിരിക്കും സാധ്യത. അപ്പൊ അതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഹാഫ് ക്വാണ്ടിറ്റി ഈ ഒരു ഏരിയ എത്തുമ്പോൾ എടുക്കുക. അതിന് മുകളിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങളുടെ ഹാഫ് ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതായിരിക്കും ഒരു നല്ലൊരു സെല്ലിംഗ് സോൺ താഴത്ത് വരെ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് വരാൻ സാധ്യത എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഏരിയ എന്നാണ് ബൈ ചെയ്തിരുന്നത്. അപ്പൊ സോ മാർക്കറ്റിന് തൊട്ടടുത്ത സപ്പോർട്ട്സ് ആണ് അത് ഈ ഒരു ഏരിയയിലോ അത് ഈ ഇവിടുത്തെ ഒരു ഡിമാൻഡ് സോണിൽ, നേരത്തെ ഓൾറെഡി ഡിമാൻഡ് സോൺ, ഇത് ഈ ഒരു ഡിമാൻഡ് സോണിലോ മാർക്കറ്റ് വന്നതിന് ശേഷം, അതായത് ഇങ്ങനെ ഇവിടുന്ന്
സെല്ല് ചെയ്ത് ഈ ഏരിയ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വന്നതിന് ശേഷം ഇങ്ങനെ മൂവ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതർവൈസ് ഈ ഒരു ഏരിയ വന്നതിന് ശേഷം മൂവ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ എൻട്രി എന്റെ സെൽ സൈഡിലോട്ട് പ്ലാൻ ചെയ്യുന്നത്. സെൽ സൈഡിൽ പ്ലാൻ ചെയ്യുന്ന എനിക്ക് ഒരു റീസൺ കൂടിയാണ്. നോക്കാം, ഈ വന്ന ബൈങ്ങിനാണ് ഉണ്ടോ, ഈ വന്ന ബൈങ്ങിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ബൈയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ബൈയാണ്. അവിടെ വോളിയം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വോളിയം കണ്ടപ്പോൾ റീറ്റെയിലേഴ്സ് വന്നു. അപ്പൊ റീറ്റെയിലേഴ്സിന് അവരവരുടെ പൊസിഷൻ എക്സിറ്റ്, അപ്പൊ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, സ്ലോ ആൻഡ് സ്റ്റഡി അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ബയേഴ്സ് കയറിയപ്പോൾ സ്ട്രോങ് ആയിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്തു. സ്ട്രോങ് ആയിട്ട് പൊസിഷൻ എക്സിറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, സ്ട്രോങ് ആയിട്ട് അവരുടെ വോളിയമും കൂടി. അതായത് ഇവിടെ നിന്ന് ബൈ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷന് താല്പര്യമില്ല ഇതിന് ഇവിടുന്ന് മുകളിലോട്ട്, ഇവിടുന്ന് നേരെ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല. അവരുടെ ക്ലിയർ ആയിട്ട് അവർ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടുന്ന് വോളിയം കുറഞ്ഞിരുന്ന, ഈ ഏരിയയിൽ വോളിയവും കുറഞ്ഞിരുന്ന ഞാൻ അക്സെപ്റ്റ് ചെയ്താണ്. ഓക്കെ, മാർക്കറ്റിന് ഇവിടുന്ന് ഒരു ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ബട്ട് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടുത്തെ വോളിയവും കൂടിയത് കൊണ്ടും ഇവിടുത്തെ സെല്ലിങ്ങും വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഏരിയയിൽ നിന്ന് സെല്ല് ചെയ്ത് താഴത്ത് വരാൻ, അല്ലെങ്കിൽ താഴത്ത് ചിലപ്പോൾ കണ്ടിന്യൂ താഴത്ത് പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഓർക്കുക. എവിടുന്ന് ബൈ ചെയ്യാൻ ഒരു ബൈയിങ് ഉണ്ടാകാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ബൈയിങ് ഉണ്ടാകാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റില് നോക്കുക. ഓക്കെ, ഇത് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഏരിയ മാർക്കറ്റ് മൂവ് ആയിരുന്നു. ആദ്യമേ മാർക്കറ്റ് മൂവ് ആയതാണ് ഈ ഒരു ഏരിയയിൽ കണ്ട. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു സഡൻ പെട്ടെന്നൊരു നല്ലൊരു വോളിയം തന്നതാണ്. ഈ ഒരു ഏരിയയിൽ വോളിയം തന്നതാണ്. സഡൻ വോളിയം, നല്ലൊരു വോളിയം ഈ ഏരിയ തന്നതാണ്. അപ്പൊ അതിന് മുന്നിലത്തെ ഓർഡർ ബ്ലോക്കിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതല്ല, ഈ ഒരു ഏരിയയിൽ കണ്ട, ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നതാണ്. ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരുന്നതിന് മുന്നേയുള്ള ഇവിടെയും സഡൻ വോളിയം ഉണ്ട്. ഈ ഒരു ഏരിയയിൽ കണ്ടോ, ഇപ്പൊ മാർക്കറ്റ് ഇവിടം വരെ ഈ ഏരിയയിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെ ഇവിടുന്ന് മാർക്കറ്റ് സഡൻ ചെയ്ത് ഒരു വട്ടം മാർക്കറ്റ് വന്ന് ഇവിടുന്ന് മൂവ് തന്നു, രണ്ടാമത്തെ ദിവസം മാർക്കറ്റ് വന്നതിന് ശേഷമാണ് മൂവ് തന്നത്. ഓക്കെ, അതായത് മാർക്കറ്റിൽ പെൻഡിങ് ആയിട്ടുള്ള ഈ ഏരിയയിലുള്ള പെൻഡിങ് ഓർഡേഴ്സിനെ മാർക്കറ്റ് ഫുൾ എടുത്തു കഴിഞ്ഞു. സോ മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഈ ഒരു ഏരിയയിലോ വരാൻ സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് പുഷ് ചെയ്ത് മുകളിലോട്ട് പോകാനോ, അതർവൈസ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഇവിടുന്ന് പുഷ് ചെയ്ത് പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസസിനെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാനും സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഒന്നുകൂടി കാണിച്ചാൽ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിലോ നോക്കുക, ഇവിടുത്തെ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം പെൻഡിങ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഇതിനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒന്ന് ബ്രേക്ക് ചെയ്തതും മാർക്കറ്റ് മുകളിലോട്ടാണ് പോയത്. അത് ലിക്വിഡിറ്റി കണ്ടു നോക്കുക. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഉടനെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. പക്ഷെ മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്ന് താഴത്ത് വരാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഓർഡർ ഫ്ലോയിലോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലോ ഓർഡർ ബ്ലോക്കിലോ ചെന്ന് സപ്പോർട്ട് സോണിലോ ഈ ഒരു ഏരിയയിലോ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മാർക്കറ്റ് സ്ലോ ആൻഡ് ഈ ഒരു ഏരിയയിലൊക്കെ വന്നതിന് ശേഷമേ ഇങ്ങനെ മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അപ്പൊ നിങ്ങൾ ചാടിക്കയറി എൻട്രി എടുക്കുന്നതിന് മുന്നേ ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്യുക, സ്വന്തമായിട്ട് അനാലിസിസ്. ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ വന്ന് ഇങ്ങനെ പറയുന്നവരൊന്നും വിശ്വസിക്കരുത്. ഞാൻ എന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അനാലിസിസ് മാത്രം ചെയ്യുക. നിങ്ങളുടെ പൈസ നിങ്ങളുടെ ക്യാപിറ്റലാണ്. ഇതെല്ലാം മൈൻഡ് സെറ്റിന്റെ ഗെയിമാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗെയിമാണ്, മാർക്കറ്റ് മേക്കേഴ്സിന്റെ ഗെയിമാണ്. ഇവരുടെ പാത്തിനെ ഐഡന്റിഫൈ ചെയ്യുക, വോളിയത്തെ നല്ല രീതിയിൽ അനാലിസ് ചെയ്യുക. ചുമ്മാ ചവറായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആക്കിയിട്ട് നിങ്ങളുടെ കരിയറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് രീതിയെ നശിപ്പിക്കാതിരിക്കുക. ട്രേഡിംഗ് ടിപ്സിന് പുറകെ പോകാതിരിക്കുക, യൂട്യൂബ് സ്ട്രാറ്റജികളുടെ പുറകെ തപ്പാതിരിക്കുക. സ്വന്തം മൈൻഡ് സെറ്റിനെ മാത്രം വെക്കുക, റിസ്ക് റിവാർഡിനെ ഫോക്കസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഈ മാസ്ക് വെച്ചുകൊണ്ട് ചിലർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അരോചകം വരുന്നുണ്ട്, സഹിക്കുക. അത്യാവശ്യം എന്താ പറയുക, എന്റെ ഒരു വീഡിയോ നല്ല കണ്ടന്റ് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. സോ എന്റെ മാർക്കിനെയും കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. കമന്റ് ബോക്സിൽ വന്ന് ചിത്രം വിളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഞാൻ എടുക്കുന്ന എഫോർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.